അടുത്ത വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാന്യനായ കബീർ സലഫി അവറുകളാണ്. ഹാക്കിമിയത്ത്, ഇസ്ലാമിസം, ഭീകരവാദം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ-മുതകബ്ബിറുൽ മുതആൽ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أولئك الذين هدى الله فبهداه مقتدح قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. ബഹുമാന്യ പണ്ഡിതന്മാരെ, MSMൻ്റെ നേതാക്കളെ, എന്നെ ശ്രവിക്കുന്ന വിദ്യാർത്ഥി സഹോദരങ്ങളെ, സഹോദരികളെ, MSM നടത്തുന്ന 12ാമത് നാഷണൽ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ വേദിയിലാണ് നമ്മളിന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തം പവിത്രമായ, പരിപാവനമായ, പ്രതിഫലാർഹമായ ഇരുത്തമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ചില പ്രസംഗങ്ങൾക്ക് കാതോർക്കുകയുണ്ടായി. ഈ 12ാമത് നാഷണൽ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ക്യാപ്ഷൻ എന്താണ്, ഇന്നത്തെ മൗദൂ വിഷയം എന്താണ് എന്ന് നിങ്ങൾ വായിച്ചിരിക്കും. എന്താണ് ഇന്നത്തെ വിഷയം? ഹർബുൽ ഫിക്ർ ളിദ്ദ ഖവാരിജിയത്തിൽ അസ്ർ എന്നാണ്. സംഭവകാല ഖവാരിജികൾക്കെതിരിലുള്ള ബൗദ്ധികമായ യുദ്ധമാണ്, അല്ലെങ്കിൽ കലാപമാണ്, വിപ്ലവമാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് അതിന് നിങ്ങളുടെ കയ്യിലുള്ള ആയുധം? യുദ്ധമാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആയുധങ്ങൾ ആവശ്യമാണ്. നമ്മൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന, നിർവഹിക്കണമെന്നാഗ്രഹിക്കുന്ന, നമ്മളിലൂടെ നിർവഹിക്കപ്പെടാൻ നമ്മുടെ നേതൃത്വം ഉദ്ദേശിക്കുന്ന യുദ്ധം, അത് സാധാരണ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെടിക്കോപ്പുകളല്ല, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആയുധങ്ങളൊന്നുമല്ല. നേരെ മറിച്ച് പ്രമാണങ്ങളാൽ പരിരക്ഷിക്കപ്പെടുന്ന, പ്രമാണങ്ങളാൽ ബലവത്താക്കപ്പെടുന്ന ചിന്താപരമായ ഒരു യുദ്ധമാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികളെന്ന നിലക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്കിടയിൽ വായന കൂടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരല്പസമയം മാത്രം എൻ്റെ വളരെ വലിയ വിഷയവുമായി ബന്ധപ്പെട്ട ചില സംഗതികളിലേക്ക് നിങ്ങളുടെ ഹൃദയം, മനസ്സ് തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.
വളരെ വലിയ വിഷയമാണ് ഹാക്കിമിയത്ത്, ഇസ്ലാമിസം, ഭീകരവാദം. അരമണിക്കൂറിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവിശാലമായ, മാത്രമല്ല പലരും ചിതറിയ ചിന്തകളായിരിക്കുന്ന ഈ വേളയിൽ, വർത്തമാനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ വേളയിൽ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരല്പസമയം മാത്രം, ഞാൻ ദീർഘസമയം എടുക്കില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വായന കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മജീദ് സലാഹിയുടെ അർത്ഥവത്തായ കുറേ വിഷയാധിഷ്ഠിതമായ വർത്തമാനങ്ങൾ, വാക്കുകൾ നിങ്ങൾ കേൾക്കുകയുണ്ടായി. ദായിഷിനെ സംബന്ധിച്ച്, അൽ ഖ്വയ്ദയെ സംബന്ധിച്ച്, താലിബാനെ സംബന്ധിച്ച്, ചെറുതും വലുതുമായ ഇതര ഭീകരവാദ സംഘങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുകയുണ്ടായി, ഈ ദായിഷ്, അൽ ഖ്വയ്ദ, താലിബാൻ പോലുള്ള സംഘങ്ങളെ സംബന്ധിച്ച ആധുനിക മുസ്ലിം ഉമ്മത്ത് കൃത്യമായി ധരിച്ചു വെക്കുകയും അവയോട് ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടെന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അറബിക് കോളേജ് സ്റ്റുഡൻസിന് ഏതെങ്കിലും തരത്തിലുള്ള മബാദികൾ, പ്രാഥമികമായ അറിവുകൾ ഇത് സംബന്ധിച്ചുണ്ടാകുമോ എന്ന് ഞാൻ ഷിഹാബ് സലഫിയോട് ചോദിക്കേണ്ടായി. എന്തായിരുന്നു അതിൻ്റെ ഉത്തരം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണർന്നിരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ നമ്മൾ ജീവിക്കുന്നത്. കലുഷിതമായ ഒരു ആഗോള സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ എന്നും കേൾക്കുന്ന ഒന്നാണ്, മുസ്ലിം സമൂഹം പ്രശ്നങ്ങളുടെയും സങ്കീർണതകളുടെയും അന്തരാളഘട്ടങ്ങളിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അൽ ഖ്വയ്ദയെ പോലെയുള്ള, ഐസിസിനെ പോലുള്ള അഥവാ ദായിഷിനെ പോലുള്ള സംഘങ്ങൾ, നിങ്ങൾ ഒരുപാട് കേട്ടു ദായിഷ്, നിങ്ങൾ ഒരുപാട് കേട്ടു ഐസിസ്. എന്താണ് ദായിഷിൻ്റെ ഫുൾ ഫോം? ദായിഷിൻ്റെ ഫുൾ ഫോം എന്താ നിങ്ങൾക്കറിയുമോ? ദാല്, അലിഫ്, ഐന്, ഷീൻ, ഈ 4 അക്ഷരങ്ങൾ ചേർന്നതാ ദായിഷ്. ദൗല ഇസ്ലാമിയ ഫിൽ ഇറാഖ് വശാം. ദായിഷ് എന്ന് കേട്ട് പരിശീലിച്ച നിങ്ങൾ അതിൻ്റെ പൂർണ്ണമായ വാക്കെന്താണ് എന്ന് പഠിച്ചു വെക്കണം. എന്താണ് ഐസിസ് കൊണ്ടർത്ഥമാക്കുന്നത്? IS കൊണ്ടർത്ഥമാക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയ. ഈ വക സംഗതികൾ നമ്മൾ IS എന്നും ദായിഷ് എന്നുമൊക്കെ യാതൊരു താല്പര്യവുമില്ലാതെ പറഞ്ഞു പോകുന്ന സംഗതികൾ, അവർ പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമിനെയാണ് എന്നാണ് ജനങ്ങൾക്ക് മുമ്പാകെ അവർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിൽ ജീവിക്കുന്നവരാണെങ്കിൽ, മുസ്ലിമുകളാണ് എങ്കിൽ, നമ്മുടെ ജീവിതത്തിനനുസൃതമായി, നമ്മുടെ ജീവിതത്തിനനുഗുണമായി അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എങ്കിൽ, ഈ ഭീകരവാദ സംഘടനകളെ സംബന്ധിച്ച് ബോധവാന്മാരായിരിക്കണം നമ്മൾ. അവർ ഇസ്ലാമിക സമൂഹത്തിനുണ്ടാക്കുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചും ബോധവാന്മാരായിരിക്കണം നമ്മൾ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇസ്ലാം ദുനിയാവിന് നൽകുന്നത് സമാധാനമാണ്. നാം ഉൾക്കൊള്ളുന്ന ഇസ്ലാം സമൂഹത്തിന് നൽകുന്നത് സമാധാനമാണ്, സന്തോഷമാണ്, നിർഭയത്വമാണ്. എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായ നിലയിൽ ഇസ്ലാം സമൂഹത്തിൻ്റെ മുമ്പാകെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുമ്പ് കാലത്തൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരിൽ നേർക്കുനേരെയുള്ള ശത്രുതകൾ അഴിച്ചുവിടുകയും മുസ്ലിങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നിടത്ത് നിന്നു മാറി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാനായിട്ട് ചില ഭീകരവാദ സംഘങ്ങളെ മാത്രം ആക്ഷേപിച്ചിരുന്ന സന്ദർഭത്തിൽ നിന്നു മാറി ഇന്ന് ഇസ്ലാമിൻ്റെ മധ്യമ നിലപാട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന
ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കനുസൃതമായിട്ട് ഇസ്ലാമിനെ സമൂഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മിതവാദികളെയാണ്, മധ്യമ നിലപാടുകൾ സ്വീകരിക്കുന്ന സലഫി സമൂഹത്തെയാണ് ഇന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നാർക്കും കൊലപാതകിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ കൊലപാതകിയാണ് എന്ന് പറയാൻ താല്പര്യമില്ല. ഇന്ന് ലോകത്തിന് ഒരു കുറ്റവാളിയെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ കുറ്റവാളിയാണ് എന്ന് പറയാൻ താല്പര്യമില്ല. കൊലപാതകിയെ കണ്ടാൽ, കുറ്റവാളിയെ കണ്ടാൽ, മോഷ്ടാവിനെ കണ്ടാൽ, വ്യഭിചാരിയെ കണ്ടാൽ സമൂഹത്തിനറിയാം. എന്നാൽ കൊലപാതകിയേക്കാൾ, കുറ്റവാളികളെക്കാൾ, വ്യഭിചാരിയേക്കാൾ, മോഷണം നടത്തുന്നവനേക്കാൾ മോശമാണ് അവർക്കെതിരെ നിലകൊള്ളുന്ന സാത്വികരായ ആളുകൾ എന്ന് പറഞ്ഞു പരത്തുന്നിടത്താണ് ആളുകൾ എത്തി നിൽക്കുന്നത്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എത്തി നിൽക്കുന്നത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സലഫിയത്തിനെയും സലഫികളെയും ആരോപണത്തിന് വിധേയമാക്കിയിട്ടുള്ളത് അവർ ഭീകരതയ്ക്ക് വെള്ളവും വളവും നൽകുന്ന ആളുകളായതുകൊണ്ടല്ല. ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ രാഷ്ട്രീയ രംഗങ്ങളിലെ മധ്യമമായ നിലപാട് വ്യക്തമാക്കുന്നവരാണ്, സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണ് സലഫികൾ എന്നതുകൊണ്ടാണ് സലഫികൾക്കു നേരെ ശത്രുക്കൾ അവരുടെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും നീട്ടാൻ സന്നദ്ധരായിട്ടുള്ളത്, അതിനവർക്ക് പ്രചോദനമായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ പ്രാമാണികമായ ഇസ്ലാമിൻ്റെ മധ്യമ നിലപാടുകൾ പഠിപ്പിക്കുന്ന ഈ സലഫി സമൂഹത്തിലൂടെയാണ് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കാനാവുന്നത്. അവരിലേക്കാണ് സമൂഹം അവരുടെ കണ്ണും കാതും ഹൃദയവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സമൂഹമധ്യേ ഇകഴ്ത്തിയാലാണ് ഇസ്ലാമിൻ്റെ വേരോട്ടത്തിന് നിർത്താൻ സാധിക്കുകയുള്ളൂ, തടസ്സപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും സച്ചരിത സമൂഹത്തിനു ശേഷം കാലാകാലങ്ങളിൽ ഒരുപാട് സംഘങ്ങളും സംഘടനകളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഖുർആനിൻ്റെയും പ്രവാചക പ്രോക്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവരെല്ലാവരും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ മുതിർന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ചില സംഘങ്ങൾ ഇസ്ലാമിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കാനും വ്യവച്ഛേദിക്കാനും വ്യാഖ്യാനിക്കാനും അതേപോലെ തന്നെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. അവർ ഇസ്ലാമിൻ്റെ ശരിയായ അഖീദ പഠിപ്പിക്കാൻ, മുആമലാത്തുകൾ പഠിപ്പിക്കാൻ, അഖ്ലാഖുകൾ പഠിപ്പിക്കാൻ, അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ, അനാചാരങ്ങൾക്കെതിരിൽ നിലകൊള്ളാൻ ആയിരുന്നില്ല അവരുടെ ശ്രമങ്ങൾ, അവരുടെ വ്യയങ്ങൾ ചെലവഴിച്ചത് മുഴുവൻ. നേരെമറിച്ച് സാത്വികരായ പണ്ഡിതന്മാരെയും സാത്വികരായ ഖുലഫാവുകളെയും സാത്വികരായ പ്രബോധന പ്രവർത്തകരെയുമൊക്കെ സമൂഹമധ്യത്തിൽ ഇകഴ്ത്താനും തങ്ങളുടേതായ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയായിരുന്നു അവർ മുതിർന്നത്. നമ്മളൽ ഹാക്കിമിയ്യ എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൽ നൂതനമായി ഉണ്ടായിട്ടുള്ളൊരു ചിന്താധാരയാണ് എന്ന് നമുക്കറിയാം. നേരത്തെ നിങ്ങൾ കേൾക്കുകയുണ്ടായി, ഹിജ്റ 37 ഈ വാദവുമായി ചില ആളുകൾ പ്രത്യക്ഷത്തിൽ കടന്നു വന്നത്. ഇന്നും ഈ ഖവാരിജി മനസ്ഥിതികളുമായി നിലകൊള്ളുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ചിത്രത്തിൽ ഖവാരിജിയത്തിൻ്റെ തനി രൂപം ജീവിതത്തിൽ പകർത്തി നിലകൊള്ളുന്നുവെങ്കിൽ ചില ആളുകൾ ആ ചിത്രം സമൂഹത്തിൻ്റെ മുമ്പാകെ പ്രകടിപ്പിക്കാതെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ അലിഞ്ഞു ചേർന്ന് എന്നാൽ ഖവാരിജിയത്തിൻ്റെ അതേ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖം നിങ്ങൾ കേട്ടുകാണും. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ആരാണ്, എന്താണ് അതിൻ്റെ ആദർശം, എന്താണ് അത് സമൂഹത്തെ പഠിപ്പിച്ചിരുന്നത്, പഠിപ്പിക്കാൻ അവർ ഉദ്ദേശിച്ചിരുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ ആധുനിക സാഹചര്യത്തിൽ, സംഭവകാല സാഹചര്യത്തിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമെന്താണ് എന്ന് നമുക്കാർക്കും തിരിച്ചറിയാൻ സാധ്യമല്ല. അത്രമാത്രം ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് തങ്ങളുടെ ആദർശങ്ങളെ പൂഴ്ത്തിവെച്ച് ജീവിക്കുന്നൊരു വിഭാഗമായി അവർ മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അധികാരം വാഴുന്ന സന്ദർഭത്തിൽ
ഔറംഗാബാദിൽ 1903 ജന്മം കൊണ്ട് 1903 ജനിച്ച 1979 പാകിസ്ഥാനിൽ വെച്ച് മരണപ്പെട്ട സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപജ്ഞാതാവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അൽ ഹാക്കിമിയ്യ വാദം ലോകത്ത് സജീവമായി നിലനിർത്തിയത്, ആളുകൾ ഏറ്റെടുത്തത്, അതിനെ തുടർന്ന് ചില സംഘങ്ങൾ പോലും രൂപം കൊണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് വെറുതെ പറയുന്നതല്ല. ഹാക്കിമിയ്യ ഇസ്ലാം ഇലാഹ്, ഹാക്കിമിയ്യത്തെ ഇലാഹ്, ഹാക്കിമിയ്യത്തുള്ള ഹുക്കൂമത്തെ ഇലാഹി. സഹോദരന്മാരെ കുറിച്ച് ശ്രദ്ധിക്കുക. അൽ ഹുക്കൂമത്തുൽ ഇലാഹിയ, ലാ ഹാക്കിമ ഇല്ലല്ലാഹ് തുടങ്ങിയ വാക്കുകളിൽ പൊതുവെ അറിയപ്പെടുന്ന ഈ ആശയം സയ്യിദ് മൗദൂദി ആവിഷ്കരിച്ചതും സയ്യിദ് ഖുത്ബ് പിൻബലം നൽകിയതും നവീന ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതും ഇറാനിൽ നടപ്പിൽ വരുത്തിയതും പാകിസ്ഥാൻ, ഈജിപ്ത് തുടങ്ങിയ മുസ്ലിം നാടുകളിൽ നടപ്പിലാക്കാൻ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പുതിയ ആശയമാണ് ഈ സംഗതി എന്ന് KC അബ്ദുള്ള മൗലവി ഇബാദത്ത് ഒരു സമഗ്ര പഠനം എന്നതിൽ അദ്ദേഹം എഴുതുകയാണ്. അപ്പം ഈ പ്രസ്ഥാനവുമായും പ്രസ്ഥാനത്തിൻ്റെ ചിന്തകളുമായും സമൂഹത്തിൽ ഇറങ്ങിയ ആളുകൾ തന്നെ ഈ ഹാക്കിമിയത്തെ ഇലാഹ്, ഹാക്കിമിയത്തുള്ള ഹുക്കൂമത്തെ ഇലാഹി പോലുള്ള ഈ സംജ്ഞകളുടെ പേരിൽ അറിയപ്പെടുന്ന ആദർശം, അത് പൗരാണികരായ പൂർവസൂരികളായ നമ്മുടെ പണ്ഡിതന്മാർക്കോ നേതാക്കന്മാർക്കോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ച ഉത്തമ നൂറ്റാണ്ടുകളിലെ ആളുകൾക്കോ അറിവുള്ളതായിരുന്നില്ല എന്നർത്ഥം. ഇതൊരു നൂതനമായ പുതിയ ഒരാദർശമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൻ്റെ 3 വിഭാഗങ്ങളെപ്പറ്റി അറിയാം. അത് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കാലം മുതൽക്ക് ഇങ്ങോട്ടുണ്ടായ ഒരു ആദർശമല്ല. അതിനു മുമ്പേ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തിപ്പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടുകാലം മുതൽക്കു തന്നെ ഉടലെടുത്ത വിഭജനമാണത്. നിങ്ങൾക്കതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഈ ഗ്രന്ഥം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോ വാങ്ങിയോ പഠിക്കുക. അൽ ഖൗലു സദീദ് ഫിർ റദ്ദി അലാ മൻ അൻകറ തഖ്സീമ തൗഹീദ്, ഷൈഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മൂസിൻ അൽ ബദർ എഴുതിയ ഒരു ഗ്രന്ഥമാണത്. വിശദമായി പൂർവകാല പണ്ഡിതന്മാർ തൗഹീദിന് നൽകിയ, ഉത്തമരായ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ മുതൽക്ക് സമൂഹത്തെ പഠിപ്പിച്ച തൗഹീദിൻ്റെ വിഭജനത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാനിലെ മഹാപണ്ഡിതൻ അബുൽ അഅ്ല മൗദൂദിയാണ് ഈ പ്രയോഗം ആവിഷ്കരിച്ചിട്ടുള്ളത്. സയ്യിദ് ഖുത്ബ് അറബ് ലോകത്ത് അതിൻ്റെ നല്ല പ്രചാരണം നൽകി എന്ന് വീണ്ടും അബ്ദുള്ള മൗലവി തന്നെ അദ്ദേഹത്തിൻ്റെ സമഗ്ര പഠനത്തിൽ എഴുതുന്നത് കാണാൻ സാധിക്കും. മൗദൂദി ജീവിച്ച കാലഘട്ടം ബ്രിട്ടീഷുകാരും ഇന്ത്യൻ ജനതയും തമ്മിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിലാണ്. ഈ സന്ദർഭത്തിലാണ് ഇസ്ലാമിനെ പറ്റി അദ്ദേഹം കൂടുതൽ ചിന്തിക്കുന്നത്. ഒരു പത്രപ്രവർത്തകനായി ജീവിച്ച അദ്ദേഹത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇസ്ലാമിൻ്റെ നന്മയെ സംബന്ധിച്ച് ചിന്ത വരികയും ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിനൊരു ബദൽ സംവിധാനമായി സമർപ്പിക്കാനാവുക എന്ന് ചിന്തിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ ഒരു ബദൽ സംവിധാനമായി ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ആദർശം രൂപീകരിച്ചെടുത്തത്. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ സൂറത്ത് യൂസുഫിലെ ഇനിൽ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്ന വചനവും അതുപോലുള്ള വചനങ്ങളും ചരിത്രത്തിലെ ചില സംഭവങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം അതിന് ജവാബം നൽകിയത്. രാഷ്ട്രീയത്തോട്, അധികാരത്തോട് ഒരു പ്രത്യേകതരം ആവേശമായിരുന്നു മൗലാന മൗദൂദിക്ക്, അല്ലെങ്കിൽ സയ്യിദ് മൗദൂദിക്ക് എന്ന് പ്രബോധനം മാസിക തന്നെ എഴുതിയിട്ടുണ്ട്. അധികാരം അദ്ദേഹത്തെ ത്രസിപ്പിച്ചതിനാലാണ് ആ വഴിക്കുള്ള ഇസ്ലാമികമായ ചിന്തയ്ക്ക്
അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നും അവർ എഴുതി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാനും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വശത്തെ മാത്രം പ്രാധാന്യപൂർവ്വം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇസ്ലാം എന്നാൽ, ദീൻ എന്നാൽ അത് അധികാരമാണ്, അധികാരമില്ലാത്ത ഭരണമില്ലാത്ത ദീൻ അത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത സങ്കല്പ വീട് പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. തൻ്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രാഥമികമായി വിലയിരുത്തിയത്, ഞാൻ പരിഷ്കരണമല്ല ഉദ്ദേശിക്കുന്നത്, പുനർനിർമ്മാണമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചയാളാണ് അദ്ദേഹം. ഇസ്ലാം കടന്നു വന്ന ഗതകാലങ്ങളിൽ പല നിലക്കുമുള്ള പ്രശ്നങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പല അപജയങ്ങളും ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ഇസ്ലാമിക ഗാത്രത്തിൽ മുസ്ലിം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ കലർന്നു വരികയും ചെയ്തിട്ടുണ്ട്. കാലാകാലങ്ങളിലുള്ള മുജദ്ദിദുകൾ ആ മാലിന്യങ്ങളെയും ആ കറകളെയും നീക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് എങ്കിൽ, അഥവാ മുജദ്ദിദുകളുടെ ധർമ്മമാണ് അവർ നിർവഹിച്ചിരുന്നത് എങ്കിൽ, പരിഷ്കരണം നടത്തുന്ന ആളുകളുടെ ധർമ്മമാണ് അവർ നിർവഹിച്ചിരുന്നത് എങ്കിൽ, മൗദൂദി പറഞ്ഞത് അത്തരത്തിലുള്ളൊരു പരിഷ്കരണം കൊണ്ട് ഞാൻ സംതൃപ്തനല്ല, മറിച്ച് ഇസ്ലാമിനെ സമൂലം ഉടച്ചു വാർക്കുക. ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന, സമൂഹത്തിൽ കാണുന്ന ഇസ്ലാമേതോ അത് ഇസ്ലാമല്ല. ഇസ്ലാമിൻ്റേതെന്ന നിലക്ക് മുസ്ലിം സമൂഹം പഠിച്ചു വച്ചിട്ടുള്ള മുസ്തലഹാത്തുകൾ, അതിൻ്റെ സാങ്കേതിക പദങ്ങൾ, അത് ജാഹിലിയ്യ കാലഘട്ടത്തുണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായത്ര പോലും ഇന്ന് മുസ്ലിം ഉമ്മത്തിനു മനസ്സിലാക്കാനുള്ള ശേഷിയില്ല, അവർക്കതറിയുന്നില്ല. അതുകൊണ്ട് തന്നെ റബ്ബ്, ഇലാഹ്, ദീന് പോലുള്ള മുസ്തലഹാത്തുകളെ അദ്ദേഹം രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചു. ഭരണകൂടത്തിന്, ഭരണ സംസ്ഥാപനത്തിന് അനുകൂലമായ വിധത്തിൽ അദ്ദേഹം അതിന് എല്ലാ നിലക്കുമുള്ള വിശദീകരണങ്ങൾ എഴുതി. കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു, അതിലെ സൗന്ദര്യം ആസ്വദിച്ചു. അദ്ദേഹത്തോടൊപ്പം കുറേ ആളുകൾ ചേർന്നു. ദീനെന്നാൽ അത് ഭരണമാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് അധികം ആയത്തുകളും അധികം ഹദീസുകളും ഉപയോഗിക്കുന്നതിനു പകരം നിലവിലുള്ള ആയത്തുകളെയും ഹദീസുകളെയുമൊക്കെ തൻ്റെ ചിന്താ മൂശയിലിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തത്. അതിനാദ്യമായി അദ്ദേഹം പിടികൂടിയ പദം ജിഹാദ് എന്ന പദമാണ്. തൻ്റെ ദീനെന്നാൽ ഭരണമാണ് എന്ന ഹാക്കിമിയത്തുള്ള വാദത്തിനു വേണ്ടി അദ്ദേഹം ആദ്യമായി പിടികൂടിയത് ഇസ്ലാമിലെ അൽ ജിഹാദ് എന്ന പദമാണ്. അദ്ദേഹം ആദ്യമായി എഴുതിയ കൃതിയും അൽ ജിഹാദ് എന്നാണ്. എന്താണ് ജിഹാദിൻ്റെ താല്പര്യമെന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് ജിഹാദ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രഥമ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. സഹോദരന്മാരെ, ലോക സാമൂഹിക ഘടനയെ അടിയോടെ നശിപ്പിച്ച് പകരം സ്വന്തം ആദർശങ്ങൾക്കും കർമ്മ പദ്ധതികൾക്കും അനുരൂപമായവ പുനഃസംവിധാനിക്കണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നു. ഇസ്ലാം ഉന്നം വെക്കുന്ന പരിവർത്തനം സുസാധ്യമാക്കുവാൻ വേണ്ടി ഇസ്ലാം തന്നെ രൂപം കൊടുക്കുകയും അണിനിരത്തുകയും ചെയ്ത രാഷ്ട്രാന്തരീയ വിപ്ലവ സംഘടനയുടെ പേരാണ് മുസ്ലിം. എത്ര സുന്ദരമായ പദങ്ങളാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകും. എന്നാൽ മൗദൂദി പറയുന്നു, ഇസ്ലാം ഉന്നം വയ്ക്കുന്ന പരിവർത്തനം സുസാധ്യമാക്കുവാൻ വേണ്ടി ഇസ്ലാം തന്നെ രൂപം കൊടുക്കുകയും അണിനിരത്തുകയും ചെയ്ത രാഷ്ട്രാന്തരീയ വിപ്ലവ സംഘടനയുടെ പേരാണ് മുസ്ലിം എന്ന്. അപ്പോൾ ഇസ്ലാം ഉന്നം വയ്ക്കുന്ന പ്രസ്തുത ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനായുള്ള നിരന്തര പ്രയത്നത്തിനാണ്, പരിവർത്തനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. പോരാട്ട സജ്ജമായ, വിപ്ലവ സജ്ജമായ ഒരു മുസ്ലിം ഉമ്മത്തിനെയാണ് ഹാക്കിമിയത്തുള്ള വാദത്തിലൂടെ, ഇസ്ലാം ഭരണമാണ് എന്ന വാദത്തിലൂടെ മൗദൂദി സാഹിബ് വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് അക്രമമർദ്ദനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ദാസന്മാർ
അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് വാസ്തവത്തിൽ വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ വെറും ഉപദേഷ്ടാക്കളും പ്രസംഗകരുമായി ഇരുന്നാൽ പോരാ. പ്രത്യുത മുമ്പോട്ടു ചെന്ന് അബദ്ധമായ അടിത്തറമേൽ സ്ഥാപിതമായ അധികാരാധിപത്യങ്ങൾ തുടച്ചു നീക്കി സുബദ്ധമായ അടിസ്ഥാനത്തിൽ കെട്ടിയുറപ്പിക്കുകയും ജനനേതൃത്വത്തെ ദുർജനഹസ്തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് സജ്ജനങ്ങളുടെ കരങ്ങളിൽ അർപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കർത്തവ്യമത്രേ. സയ്യിദ് മൗദൂദി തീവ്രമായ ഒരുപാട് ആശയങ്ങൾ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം നിലവിൽ വരുത്തുന്നതിനു വേണ്ടി സമൂഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചത് കാണാനാകും. ഒരുപാട് തീവ്ര ചിന്തകളുടെയും തീവ്രമായ ആശയങ്ങളുടെയും സ്രോതസ്സാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നത്. ഒരുപാട് ചിന്തകളും ഒരുപാട് പ്രശ്നങ്ങളും ഇന്നവർ സലഫികൾക്കെതിരിൽ, സലഫി സമൂഹത്തിനെതിരിൽ ശത്രുക്കൾ കൈ ചൂണ്ടുമ്പോൾ ഉപദേശകന്മാരുടെ കുപ്പായമെടുത്തണിയുന്നുണ്ട്. കേരളത്തിലെ തന്നെ കേരളത്തിലെയുമൊക്കെ സലഫി സംഘങ്ങളും സംഘടനകളും അവരുടെ പര്യാലോചനയ്ക്ക് മുതിരണം, അവർ വീണ്ടു വിചാരത്തിന് മുതിരണം. കാരണം അവരാണ് സമൂഹത്തിൽ ചില വ്യക്തികളെ ഭീകരവാദത്തിലേക്ക് നയിച്ചത്, ഭീകരപ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, ജീർണതകളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പുരാതനമായ അവരുടെ ആദ്യജിതാവസ്ഥയിലുണ്ടായിരുന്ന സമ്പന്നതയിലേക്ക്, ആദ്യജിതാവസ്ഥയിലുണ്ടായിരുന്ന അവരുടെ നന്മയിലേക്ക് തിരിച്ചു പോകണം. വരണ്ടുണങ്ങിയ ആദർശങ്ങളിൽ നിന്നും മാറണം. തീവ്രവാദ ചിന്തകളിലേക്ക് യുവാക്കളെയും യുവതികളെയും തള്ളിവിടുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെന്ന ഉപദേശങ്ങളിലേക്ക്, ഉപദേശക റോളുകളിലേക്ക് അവർ മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം ഉപദേശിക്കുകയും എന്നിട്ട് അവരുടെ ജീവിതത്തിൽ സമൂഹത്തിലുണ്ടാക്കിയ തീവ്രവാദ ചിന്തകളെപ്പറ്റി ഓർമ്മിച്ച് അതിനെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ അപജയങ്ങളായി മനസ്സിലാക്കി അപലപിക്കുന്നു, കൈയൊഴിക്കുന്നു എന്ന് പറയുകയുമാണ് വേണ്ടിയിരുന്നത്. മൗദൂദി പറഞ്ഞു, ഇസ്ലാമിൻ്റേതല്ലാത്ത ആദർശത്തിലും പദ്ധതിയിലും അധിഷ്ഠിതമായ മുഴുവൻ ഭരണകൂടങ്ങളെയും ഇസ്ലാം എതിർക്കുന്നു. അവയെ പൂർണ്ണമായും നശിപ്പിക്കണമെന്ന് അത് ആഗ്രഹിക്കുന്നു. ഭരണം നടത്തുന്നത് ആരെന്നോ ഗവൺമെൻറ് ഏതെന്നോ ഇവിടെ പ്രശ്നമല്ല. ഇസ്ലാമിൻ്റെ ലക്ഷ്യം അതിൻ്റെ ആദർശത്തിൻ്റെ ഉന്നമനമാണ്, ദൈവിക വ്യവസ്ഥയുടെ വ്യാപനമാണ്. ഈ ആദർശത്തിൻ്റെയും പദ്ധതിയുടെയും അടിസ്ഥാനത്തിലുള്ള ഭരണകൂടങ്ങളുടെ സംസ്ഥാപനമാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നുകത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇന്ത്യൻ സമൂഹം ഒന്നടങ്കം, മുസ്ലിം, ഹൈന്ദവ, മറ്റിതര എല്ലാ ആളുകളും ഒന്നിച്ചണിനിരന്നുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടുന്ന വേളയിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപം എന്ന് മൗലാന മൗദൂദി, സയ്യിദ് മൗദൂദി ശാപവാക്കോതിയത്. കാരണം എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരിലുള്ള ഈ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പോരാട്ടം, മുസ്ലിങ്ങൾ ഒന്നടങ്കം അണിനിരന്നുകൊണ്ടുള്ള ഈ പോരാട്ടം ശാപത്തിന് വിധേയമാകുന്നതെന്നോ? അത് ലാത്ത പോയി മനാത്ത വരുന്നതിന് തുല്യമാണ്. ലാത്ത എന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ മാറ്റം മനാത്ത എന്ന ജനാധിപത്യ വ്യവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. അതുകൊണ്ട് തന്നെ 1000 വട്ടം ഇതാ ഞാൻ ശാപമോതുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ശാപവാക്കുകൾ ഉരുവിട്ട അദ്ദേഹത്തിൻ്റെ ആദർശം ഉൾക്കൊണ്ട ഒരുപാട് ആളുകളുണ്ട്. കേരളക്കരയിലും 1930കളിൽ ഇന്ത്യയുടെ മണ്ണിൽ രൂപം കൊണ്ട ഈ ആദർശം 1940കളിലാണ് അതിൻ്റെ രൂപം പാകുന്നത്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊള്ളുന്നത്. അവിടെ മുതൽക്ക് ഇങ്ങോട്ട് അവരുടെ പ്രസംഗങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ മൗദൂദിയുടെ ആശയങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള സപ്പോർട്ട് നൽകിയവരായിരുന്നു, വിശദീകരണങ്ങൾ നൽകിയവരായിരുന്നു, അതിലേക്ക് ആളുകൾ ക്ഷണിച്ചവരായിരുന്നു. ഒരു കാലഘട്ടം മുഴുവനും ഇതിനു വേണ്ടി പരിശ്രമിച്ച, അധ്വാനിച്ച ഈ ആളുകൾ പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹം നോക്കുന്നു, നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ മണ്ണിൽ ബാൻ ചെയ്യപ്പെട്ടത്. സലഫികളെ നിങ്ങൾ എടുത്തു നോക്കുക. ഒരു കാലത്തും സലഫി സമൂഹം കേരളത്തിലേതാവട്ടെ, ഇന്ത്യയിലെ അഖിലെ ഹദീസാവട്ടെ,
ഏതെങ്കിലും അവർ പ്രചരിപ്പിക്കുന്ന ആദർശത്തിൻ്റെ പേരിൽ ബാൻ ചെയ്യപ്പെട്ടിട്ടില്ല, വിലക്കപ്പെട്ടിട്ടില്ല. അവർ ജയിലറകളിൽ, തടവറകളിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല. ജയിലറകളിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. തങ്ങളുടെ ആദർശം ഇനി ആളുകൾക്ക് മുമ്പാകെ പ്രചരിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞൊപ്പിട്ടിട്ട് ജയിലറകളിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നിട്ടില്ല. തങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളുടെ പേരുകൾ മാറ്റി താൽക്കാലികമായ പേരുകൾ, സലഫി സംഘടനകളൊന്നും തന്നെ അവർ താൽക്കാലികമായിട്ട് അവർ മാറ്റി പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ സലഫികൾ കൊന്നൊടുക്കിയ ആളുകളുടെ മൃതശരീരം പരതാനായിട്ട് ഒരു ചുവന്ന കുന്നും ഇന്നേ വരെ ഉഴുതുമാറ്റപ്പെട്ടിട്ടുമില്ല. സുതാര്യമാണ് സലഫി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും. തൗഹീദാണ് അതിൻ്റെ ആദർശം. വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് അതിൻ്റെ പ്രമാണം. സച്ചരിതരായ സലഫു സ്വാലിഹിൻ്റെ മാതൃകയിലാണ് അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മുഴുവനും. അതുകൊണ്ടാണ് കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ പോലും എല്ലാ തരത്തിലുള്ള കണ്ണുകളും സലഫികൾക്ക് നേരെ തിരിഞ്ഞിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ യാതൊരുവിധ വിഘാതവുമില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു. സഹോദരന്മാരെ, ആധുനിക ഖവാരിജികളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ റോളും നമ്മൾ പഠിക്കണം. നിലവിൽ നമുക്ക് നോക്കിയാൽ കാണുന്നത് മീഡിയ വണ്ണുകളാണ്, ചില ചാനലുകളാണ്, അല്ലെങ്കിൽ തനിമയെപ്പോലുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളാണ്. ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളെ മുന്നിൽ നിർത്തിയിട്ടാണ് അവർ ആദർശവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. NDF അവരുടെ ഉൽപ്പന്നമാണ്, സിമി അവരുടെ ഉൽപ്പന്നമാണ്. വിവിധ തരത്തിലുള്ള ഇതര ഒരുപാട് സംഘങ്ങളും സംഘടനകളും വലുതുമായ സംഘങ്ങളും അവരുടെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വന്നവരാണ്. വിദ്യാർത്ഥികളെന്ന നിലക്ക് ഒരു ബൗദ്ധികമായ യുദ്ധത്തിന്, ബൗദ്ധികമായ കലാപത്തിന് തയ്യാറെടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരന്ന വായനയും തുറന്ന ചിന്തയും നിരന്തരമായ ആലോചനകളും നിങ്ങളുടെ കൈവശമുണ്ടാവണം. നിങ്ങളാണ് ഈ യുദ്ധത്തിന് മുന്നിൽ നിൽക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ നമുക്കേവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.